Kaula Kitchen Magic Season 3. Kaula Kitchen Magic Season 3 സ്വാഗതം. നമ്മൾക്ക് ചില ഇഷ്ടങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തതാണ്. നാട് എത്ര മാറിയാലും നമ്മളൊക്കെ എത്ര വ്യത്യാസം നമ്മളിൽ ഉണ്ടായാലും ഒരു പക്ഷേ നമ്മളുടെ ചില ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാചകത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഭക്ഷണക്കാര്യം പറയുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള ചില വിഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. എങ്ങനെ നോക്കിയാലും മലയാളിയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മളൊരു തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരു കോസ്റ്റൽ ലൈനിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് എന്താ പറയുക, കായലും കടലും ഒക്കെ അതിൻ്റെ എല്ലാം ഒരു സമ്പന്നമായ ഒരു ദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തേങ്ങ, പിന്നെ ഒന്ന് മത്സ്യം. മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ മത്സ്യസമ്പത്ത് ധാരാളമുള്ള കേരളത്തിൽ ഒരു പാചക മത്സരം നടക്കുമ്പോൾ ആ മത്സ്യത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് കുറച്ച് എന്താ പറയുക, മത്സ്യം കൊണ്ടുള്ള വിഭവങ്ങൾ ചെയ്യാൻ കൊടുത്താൽ അതെങ്ങനെയുണ്ടാവും? അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണണ്ടേ. അപ്പോൾ മത്സരാർത്ഥികൾ ഇനി ഒരു റൗണ്ട് ഫേസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു മത്സ്യം കൊണ്ടുള്ള റൗണ്ട്, അതിൻ്റെ വിശേഷങ്ങൾ കാണുക, ആസ്വദിക്കുക. വെൽക്കം ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. അപ്പം മറ്റൊരു റൗണ്ട്, എണ്ണം കുറഞ്ഞിരിക്കുകയാണ് വീണ്ടും അല്ലേ. 8 ആൾക്കാരേ ഉള്ളൂ. ബാക്കി ആൾക്കാർ എവിടെ പോയി? ഫ്രീസറിൽ പോയി. ഇതെല്ലാവർക്കും മാറി മാറി വരുന്നൊരു അനുഭവമാണ് അല്ലേ ഫ്രീസറിൽ? ഏകദേശം. പക്ഷെ കയറാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇനി ഒരു പുതിയ റൗണ്ടിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടെന്നൊന്ന് പരിശോധിക്കാം. ഈ റൗണ്ട് വളരെ സിമ്പിളാക്കാം, ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഇതായിരിക്കും ഈ റൗണ്ട്. പാത്രമൊന്നുമില്ല, ടെൻഷൻ വേണ്ട, നോ പാത്രംസ്. ഫസ്റ്റ് ഗസ് വരാൻ പോകുന്നത് ചിക്കൻ ആയിരിക്കും. അതെ, ചിക്കനാണോ? അല്ലല്ല, പിന്നെ നാടൻ ഐറ്റം ഒന്നും അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു റൗണ്ടിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കണ്ടില്ലേ, ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വെച്ചിട്ടില്ല. പിന്നെന്താ ഇത്ര ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല, അതൊന്നുമില്ല. നമ്മൾ തന്നെ പറയുകയാണ് 2 ഐറ്റം ഉണ്ടാക്കണം. ഒന്ന് പച്ചമീൻ കൊണ്ട്, ഒന്ന് ഉണക്കമീൻ കൊണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? ഹാപ്പി. നെയ്മീനാണ് തരുന്നത്. പിന്നെ ഒരു കാര്യം, ഉണക്കമീനാണ്. ഉണക്കമീൻ കൊണ്ട് വിഭവങ്ങൾ തയ്യാറാക്കാമല്ലോ, ഡ്രൈ ഫിഷ്. അപ്പോൾ എന്തായാലും വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങൾ തയ്യാറാക്കുക. ടൈം ലിമിറ്റ് 1 hour. 1 മണിക്കൂർ ധാരാളം മതി. മീൻ അധികം വേഗമുള്ള സാധനമൊന്നുമില്ല. അരമണിക്കൂർ അലോട്ട് ചെയ്താലും ധാരാളം സമയമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക, വിഭവങ്ങൾ തയ്യാറാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റൗണ്ടെന്ന് കേട്ടപ്പോഴേ സന്തോഷം തോന്നി. എന്തെങ്കിലും നാടൻ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ നാടൻ രീതിയിലാണ് രണ്ടും ചെയ്യാൻ പോകുന്നത്. മാം തന്ന റൗണ്ട് കേൾക്കണ്ടേ, ഫിഷ് റൗണ്ട്. ആ ഫിഷ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഫിഷ്. അത് മാത്രമല്ല 2 തരം വെറൈറ്റി, പച്ചമീനും ഉണക്കമീനുമാണ് തന്നത്. അത് രണ്ടും വെച്ചിട്ട് 2 ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. റൗണ്ട് ഫിഷ് റൗണ്ടാണെന്ന് കേട്ടപ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നുന്നു. ഫിഷ് കൊണ്ട് പലതും ഉണ്ടാക്കാൻ അറിയാം. എന്തെങ്കിലും ന്യൂ ആയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
റൗണ്ടിൽ ഫിഷാണെന്ന് അതിനെപ്പോൾ ഇച്ചിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ റെഗുലറായിട്ട് കുക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സിനൊക്കെ ഇച്ചിരി സാധ്യത കുറവുണ്ട്. പക്ഷേ ഉണക്കമീനും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഉണക്കമീൻ കൊണ്ടൊരു ചമ്മന്തി അങ്ങ് ഉണ്ടാക്കാവുന്ന, പിന്നെ ഫിഷിൻ്റെ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ പച്ചമീൻ വെച്ചിട്ട് ഒരു ഫിഷ് പത്തിരിയും പിന്നെ ഉണക്കമീൻ വെച്ചിട്ട് മാങ്ങ, ഉണക്കമീൻ, തേങ്ങ അരച്ച കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ലേ എന്തായിരുന്നു ഫിഷ് സ്റ്റൂ പോലെ ഉണക്കമീൻ ചമ്മന്തി അല്ലേ. ഇവിടെ നാടൻ്റെ ആൾക്കാരാണ് ഇവരെല്ലാം പക്ക. അതുകൊണ്ട് കൃത്യമായി മീൻ കിട്ടിയാൽ സന്തോഷം. ഉണക്കമീൻ മുരിങ്ങ പച്ചയ്ക്ക് തേങ്ങാപ്പാലായിരുന്നു. പൊള്ളിച്ചു തേങ്ങാപ്പാലായിരുന്നു. തേങ്ങാപ്പാൽ. മീൻ പത്തിരി റെഡി. എനിക്ക് വയ്യ. മീൻ പത്തിരി റെഡി. മാങ്ങ അരച്ച തേങ്ങാക്കറി അല്ല സോറി ഒക്കെ തെറ്റിപ്പോണം മാഡം. കൺഫ്യൂഷൻ. ഉണക്കലയിൽ മാങ്ങ തേങ്ങാക്കറി. ഓക്കെ ശരി ശരി ഗുഡ്. ചൂടോടുകൂടി കഴിക്കണം അല്ലേ. ഇത് കുറച്ച് കോണ്ടി സ്റ്റൈൽ. ഇതൊക്കെയാണ് ഫിഷ് പോർച്ചുഗീസ്. എങ്ങനെ ചെയ്തിരിക്കുന്നത് ആണല്ലേ. എന്നിട്ട് ചീസ് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എല്ലാം ലൈക്ക് ഓൾറെഡി കുക്ക്ഡ് ആണ്. അത് ഓണിയൻസ്, മഷ്റൂംസ്, ടൊമാറ്റോസ്, മയണീസ് ആയിരിക്കും ഇത്. ഹോളിഡേസ് ഉണ്ടാക്കാനായിട്ട് മറ്റേ കോട്ടൺ ഇതുണ്ടായില്ല. ഓക്കെ മയണീസ് ഭയങ്കര ഇഷ്ടമല്ലേ. ഫേവറേറ്റ് ആണ്. എല്ലാത്തിലും ഉണ്ടാവും ഏതെങ്കിലും. ഇതിപ്പോൾ എന്താണ് ഉണക്കമീൻ ബാറ്റർ ഫ്രൈ ആണല്ലേ. ഭഗവാനെ പക്ഷേ ഉണക്കമീൻ ഉണക്കമീൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കണം. ഞാൻ കുറച്ചേരം വെള്ളത്തിലിട്ട് അതിന്റെ സോൾട്ട് ഇതൊക്കെ കളയാം. നോക്കാം.